ഞാനൊരു ചെറിയൊരു ഡിവൈസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വളരെ ചെറിയ രീതിയിലൊക്കെ കൃഷി നടത്തുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കിതൊരു എത്ര കാലം ഓടുമെന്നൊന്നും പറയാൻ വയ്യ. പിന്നെ ഇത് ഓൺലൈനൊക്കെ ആയിട്ട് വാങ്ങുമ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ പല 1400, 1500, 1300 പല പ്രൈസിലും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് മിക്കവാറും പല പല ബ്രാൻഡിൽ വരുന്നുണ്ട്. ഏറെക്കുറെ സാധനങ്ങൾ സെയിം തന്നെയാണ് കേട്ടോ. നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. ഇത് വളരെ ചെറുതാണ്, വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മൂന്ന് തരം നോബുകളാണ് അതിൽ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇത് നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിച്ചിട്ടാണ് ചാർജ് ചെയ്യുക. ഇത് നമ്മളെ ബാക്കിൽ നമ്മൾ വെള്ളം വലിക്കാനുള്ള പൈപ്പ് കണക്ട് ചെയ്ത് കൊടുക്കുകയാണത്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ഫിൽറ്ററും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വെള്ളം അരിച്ചിട്ടൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് നമുക്കൊരു ബക്കറ്റിലെ വെള്ളമൊക്കെ എടുത്തിട്ട് ആ വെള്ളത്തിൽ നമുക്ക് എന്തെങ്കിലും ലിക്വിഡ് ഫെർട്ടിലൈസറോ അതല്ലെങ്കിൽ തന്നെ വെള്ളം നനയ്ക്കാനായിട്ടും നമുക്ക് ഉപയോഗിക്കട്ടെ. പിന്നെ വണ്ടി കഴുകാനൊക്കെ പറ്റുമോ എന്ന് ചിലർ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ വണ്ടി കഴുകാനുള്ള പ്രഷറൊന്നുമില്ല, വളരെ ചെറിയൊരു ഇതുള്ളൂ. പക്ഷെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഈ ടൗണുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഫ്ലാറ്റൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു ബക്കറ്റ് വെള്ളമൊക്കെ ഇട്ട് പോയിട്ട് വണ്ടിയൊക്കെ കഴുകാനൊക്കെ പറ്റുമോ കേട്ടോ, പക്ഷേ ഒരു ഇതൊക്കെ ആയിട്ട്. പക്ഷെ വണ്ടി ആ പർപ്പസ് അല്ലത്. അതുപോലെ തന്നെ ഈ നോബ് ഉണ്ടല്ലോ, ഈ നോബ് ഇങ്ങനെ ഒരു കുറച്ച് സ്പ്രെഡായിട്ട് വരുന്ന, അതേസമയം കുറച്ച് അധികം ഇത് വരുന്നതാണ്. അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ ഈ പ്ലാന്റ് വിത്തുകളൊക്കെ നട്ട ആളുകൾക്കൊക്കെ അതിങ്ങനെ നനച്ചു കൊടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. ഞാൻ ഈ ഒരു പർപ്പസിനായിട്ട് വാങ്ങിച്ചു. ഇത് ഞാൻ 2 വർഷം മുന്നേ വാങ്ങിച്ചാണ്. ഹാൻഡി ആയിട്ടുള്ള സാധനമാണ്. ഇതൊരു കണക്കിന് ഞാൻ ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ആ സാധനം. പിന്നെ അത് മാത്രമല്ല എനിക്ക് അത് മതി. പക്ഷേ ഞാൻ ഇതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് ഇത് വാങ്ങിച്ച് നോക്കിയെന്നുള്ളൂ. നോക്കിയപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റിവ്യൂ കൂടി ഇടാമെന്ന് വിചാരിച്ചാൽ ഞാൻ വിട്ടതാണ്. ഇത് പക്ഷേ എനിക്കിപ്പോൾ കുറച്ച് ഉപകാരമുണ്ട്. കാരണം ഞാൻ ഇതെല്ലാം അങ്ങനെ ഒരുപാട് നനച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഏറെ പമ്പ് ചെയ്ത് കൊടുക്കണം മാനുവലായിട്ട്. എനിക്കിപ്പോൾ ഇങ്ങനെ കുറേ നനക്കാനുള്ളതുകൊണ്ട് ഇത് ഒരു ഹാൻഡി ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ ഈ സാധനം എടുത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് നനയ്ക്കാനൊക്കെ എളുപ്പമാണ്. അപ്പം പിന്നെ അതുപോലെ വളരെ നൈസായിട്ട് ഫെർട്ടിലൈസറൊക്കെ ചേർത്തിട്ട് അടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഉപകാരമുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ നോബ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ബ്രാസിൻ്റെ ഒരു നോബ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇത് വേറൊരു നോബാണ്. ഇത് നമുക്കിങ്ങനെ വളരെ ഇതായിട്ട് വരുന്ന ഈ ബ്രാസിൻ്റെ നോബുണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ വെള്ളം വിടുകയും ചെയ്യും. അപ്പുറം ദൂരെയുള്ള ഇതിലേക്ക് വെള്ളമൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ തന്നെ ഉള്ളിൽ മുള്ളൊക്കെ നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ അതിൻ്റെ കടയിലേക്കൊക്കെ വെള്ളമോ അല്ലെങ്കിൽ ഒരു ഫെർട്ടിലൈസറൊക്കെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ പാടാം. അപ്പോൾ ഇത് നമുക്കങ്ങനെ ദൂരെ നിന്നുകൊണ്ട് അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനൊക്കെ എളുപ്പമാണ്. പിന്നെ ഇത് നല്ല ഫൈൻ സ്പ്രേയാണ് വരുന്നത് കേട്ടോ. നമ്മൾ വളരെ നൈസായിട്ടുള്ള സ്പ്രേയാണ് വരുന്നത്.